ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തെക്കുറിച്ചുള്ള ഒരു ചാപ്റ്ററല്ല ആ ഒരു സെഷൻ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്ന സബ്ജക്റ്റിൽ വരുന്നതാണ് ഈ ഒരു ഏരിയ. നമുക്കപ്പോൾ ഇതിൽ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം എന്താണ്, ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം അത് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഓർഗനൈസ്ഡ്, മറ്റൊന്ന് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറായിട്ട് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറെക്കുറിച്ച് പറയാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് രണ്ട് ആളുകളാണ്. ഒന്ന് മണി ലെൻഡേഴ്സും അതുപോലെ തന്നെ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് എന്ന് പറയുന്ന ആളുകൾ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ ഇൻഡിജീനിയസ് ബാങ്കർ എന്ന് പറയുന്നതാണ്. അത് രണ്ട് നമ്മൾ നോക്കുമ്പോൾ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ആദ്യം പറയുന്നതാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്. അപ്പോൾ ഇവരുടെ ഒരു ഉത്ഭവം ശരിക്കും പറയുകയാണെങ്കിൽ 2000 മുതൽ 1400 BC. ഓക്കെ, അതായത് ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ള കാലങ്ങൾ, BC ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ കാലങ്ങളിൽ വരുന്നതായിരുന്നു. അപ്പോൾ അതിന് നേര് പറയുകയാണെങ്കിൽ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരാണ് ഇതിനൊരു നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്കിങ് മേഖലയിലേക്ക് ഇത്തിരി വേഗത കൂട്ടിയ വ്യക്തികളെന്ന് പറയുന്നത് അവരാണ്. ഓക്കെ, പക്ഷേ എന്നാലും നമ്മുടെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇങ്ങനെ ഇൻഡിജീനിയസ് ബാങ്കേഴ്സിൻ്റെ ഒരു പ്രോമിനൻസ് ഇപ്പോഴും ഭയങ്കരമായിട്ടുണ്ട്, എസ്പെഷ്യലി ഇന്ത്യൻ മണി മാർക്കറ്റിൽ. അപ്പോൾ അവർ പ്രധാനമായിട്ടും വരുന്നത് ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് പറഞ്ഞാൽ സ്രോഫ്, സേത്ത്, മഹാജൻ ആൻഡ് ചെട്ടീസ്. അതായത് ഇതിൽ നമ്മൾ സേട്ടുമാരെന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, സേത്ത് അതാണ് സേട്ടു, പിന്നെ അതുപോലെ മറ്റേ ചെട്ടിയാരുമാർ എന്നൊക്കെ പറയുക അതാണ് ചെട്ടീസ്, പിന്നെ മഹാജൻസ് അതുപോലെ തന്നെ ശ്രോഫ്. ഈ 4 കുലത്തിൽ വരുന്ന ആളുകൾ, 4 കുലം. ഓക്കെ, ഈ 4 കുലത്തിൽ വരുന്ന ആളുകൾ, അതായത് ഒരു കമ്മ്യൂണിറ്റി. ഓക്കെ, അവരൊക്കെ പ്രധാനമായിട്ട് അവരുടെ ഫോർഫാദേഴ്സ് മുതലേ തന്നെ ഈ ഇൻഡിജീനിയസ് ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിച്ച് വരുന്ന ആളുകളാണ്. അതായത് അവർ ചെയ്യുക എങ്ങനെ പറഞ്ഞാൽ അവർ കടം കൊടുക്കും. ദേ ലെൻഡ് മണി, ആക്ട് ആസ് എ മണി ചേഞ്ചർ ആൻഡ് ഫിനാൻസ് ഇൻറ്റേർണൽ ട്രേഡ് ഓഫ് ഇന്ത്യ ബൈ മീൻസ് ഓഫ് ഹുണ്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് പണത്തിന് ആവശ്യമുണ്ട്. ഓക്കെ, അവൻ ട്രേഡിങ് ചെയ്യുന്ന ഒരാളാണ്, പണത്തിന് ആവശ്യമുണ്ട്. ഞാൻ എന്ന് പറയുന്ന ഒരു ഇൻഡിജീനിയസ് ബാങ്കർ അവിടെ ആ വ്യക്തിക്ക് പണം കൊടുത്ത് അവനെ സഹായിക്കും. അതിനുശേഷം ആ പണം കൊടുത്ത് സഹായിക്കുമ്പോൾ അതിന് ഞാനൊരു ഈടായിട്ട് വാങ്ങുന്നത് ആ കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതമാണ് ഞാൻ വാങ്ങിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ കമ്പനിയുടെ ലാഭം പ്ലസ് അതിന് ഇൻട്രസ്റ്റ് എന്നുള്ള കണക്കിലാണ് ഞാൻ പണം സമ്പാദിക്കുന്നുണ്ടാവുക. ഈ റിട്ടേൺസ് ഞാൻ ഗെയിൻ ചെയ്യുന്നുണ്ടാവും. അതാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അവരുടെ മെയിൻ ഡിഫക്ട്സ് എന്തൊക്കെ നമുക്ക് നോക്കാം. They are unorganized and no contact with other sections of the banking world. അവർക്ക് ഒന്നാമത് അവരൊരു അൺഓർഗനൈസ്ഡ് ആണ്. രണ്ടാമത് ബാങ്കിങ് മേഖലയിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള യാതൊരു അറിവും അവർ നോക്കാൻ നിൽക്കാറില്ല. അവരൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. സെക്കൻഡ് പോയിന്റ് പറയുന്നത് they combine banking with trading and commission business and thus trade risk in banking business. അപ്പോൾ അവർ ഈ ഒരു ബാങ്കിങ് മേഖല എന്ന് പറയുന്ന ഒരു ട്രേഡിങ്ങിനോടും കമ്മീഷൻ ബേസിസിനോടും ബേസ് ചെയ്തുകൊണ്ടാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അടുത്ത മൂന്നാമത്തെ പോയിന്റ്, നോ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫിനാൻസ് ആൻഡ് ഓൾസോ ബിറ്റ്വീൻ ദ പർപ്പസ് ഓഫ് ഫിനാൻസ്. അങ്ങനെ അതായത് അവർക്കൊരു ഷോർട്ട് ടേം ചെറിയ കാലത്തിലേക്കാണോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്കാണോ എന്നുള്ളതിനെ പറ്റി യാതൊരു ടൈപ്പിൽ ചിന്തിക്കാത്ത ആളുകളാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സിൽ വരുന്ന മറ്റൊരു ഡിഫക്റ്റ്. ഫോർത്ത് പോയിന്റ് പറയുന്നൊരു കാര്യമാണ് ദേ ഡു നോട്ട് ഗിവ് റെസീറ്റ്. നമ്മൾ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ തിരിച്ചടവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ അതിനുള്ളൊരു റെസീറ്റ് ഒന്നും ചിലപ്പോൾ തരാറില്ല. അങ്ങനത്തെ കുറേ മോശമായിട്ടുള്ള ഇടപാടുകളൊക്കെ ഒത്തിരി ആളുകൾ ഇൻഡിജീനിയസ് ബാങ്കേഴ്സിൽ നിന്ന് നമ്മൾ പണം ഇടപാട് നടത്തിയിട്ട് ഇപ്പോഴും കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരി ആളുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു വലിയൊരു പോരായ്മകളാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് മണി ലെൻഡേഴ്സ് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരനായിട്ട് ആളുകൾക്ക് നമ്മൾ പണം കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ മണി ലെൻഡേഴ്സാണ് നമ്മളിവിടെ ഈ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, അങ്ങനത്തെ ടൈപ്പ് വിഭാഗത്തിൽ വരുന്ന ആളുകൾ. അതായത് ഇപ്പോൾ പണം പലിശയ്ക്ക് കൊടുക്കുക, സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തികൾ. ദേ ഡിപ്പെൻഡ് എൻറ്റയർലി ഓൺ ദെയർ ഓൺ ഫണ്ട് ഫോർ ലെൻഡിങ്. ദേ ഇൻക്ലൂഡ് ലാർജ് ഫാമേഴ്സ്, മെർച്ചൻറ്റ്സ്, ഗോൾഡ് സ്മിത്ത് എക്സെട്ര. അതായത് അവനവൻ്റെ കയ്യിലുള്ള സ്വന്തം കാശാണ് എടുത്ത് ഇങ്ങനെ പലിശയ്ക്ക് പണം കൊടുക്കാനായിട്ട് നിൽക്കുന്നവർ. അതാണ് മണി ലെൻഡേഴ്സ്.
അപ്പോൾ ഇത് രണ്ടുമാണ് ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡ് മേഖലയിൽ വരുന്ന കാര്യം. ഓക്കെ, ഒന്ന് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, മറ്റൊന്ന് മണി ലെൻഡേഴ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇന്ത്യൻ ബാങ്കിങ് മേഖലയിൽ ഓർഗനൈസ്ഡ് സെക്ടറെ കുറിച്ച് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടർ വന്നാൽ എന്താണ്? ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് ഇന്ത്യൻ ബാങ്കിങ് മേഖലയിൽ ആദ്യം തന്നെ പരമോന്നത പദവി ആരാണെന്ന് അറിയാലോ? RBI അല്ലേ? ബാങ്കിങ്ങിൻ്റെ കംപ്ലീറ്റ് പരമോന്നത പദവി RBIക്കാണ്. RBI 3 തരംതിരിച്ച് വരുന്നുണ്ട്. ഒന്ന് കമേഴ്ഷ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്. ഈ കമേഴ്ഷ്യൽ ബാങ്കിൽ വരുമ്പോഴാണ് പബ്ലിക് സെക്ടർ ബാങ്ക്, അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ് ബാങ്ക്, അതുപോലെ തന്നെ അതർ നാഷണലൈസ്ഡ് ബാങ്കുകൾ. ഓക്കെ, പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഇന്ത്യൻ ആൻഡ് ഫോറിൻ ബാങ്കുകൾ. ഓക്കെ, ഇനി പിന്നെ വരുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്. നമുക്കിനി ഓരോന്നായിട്ട് നമുക്കൊന്ന് മെല്ലെ വിശകലനം ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് RBIനെ കുറിച്ച് നമുക്കൊന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. ഓൾറെഡി അറിഞ്ഞൊരു കാര്യമാണ്. 1935 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ അണ്ടറിലാണ് RBI തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം 1949 ജനുവരി 1 RBI സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇന്ത്യയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബാങ്കായിട്ട് മാറുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ഗൈഡിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ ബാങ്കിങ് സെക്ടർ ഇൻ ദി എൻറ്റയർ കൺട്രി. അതാണ് RBI. ഇനി അവരുടെ അണ്ടറിൽ നമ്മൾ ആദ്യം പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഫിഗറിൽ കാണുന്നതാണ് കമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക് നമുക്കൊന്ന് വിശേഷിപ്പിക്കാം. കമേഴ്ഷ്യൽ ബാങ്ക് ആക്ച്വലി 3 തരമായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് ഫോറിൻ ബാങ്കുകൾ. അപ്പോൾ അതിന് തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കിൽ പറയുന്ന കാര്യം എന്താണ്? ദീസ് ആർ ദ ബാങ്ക്സ് വേർ മെജോറിറ്റി സ്റ്റേക്ക് ഈസ് ഹെൽഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പങ്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ബാങ്കുകളുടെയൊക്കെ ഒരു ഷെയർ വഹിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ആയിരിക്കും. ഓക്കെ, ഇൻ 2012 ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഈസ് ദി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ? അപ്പോൾ നമ്മുടെ 2012 മുതൽ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ ഒരു വലിയൊരു പബ്ലിക് സെക്ടർ ബാങ്കുകളിലെ ഒരു നല്ലൊരു പങ്ക് വഹിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, SBI ആണ്. ഓക്കെ, ദിസ് കൺസിസ്റ്റ് ഓഫ് 14 ബാങ്ക്സ് വിച്ച് ആർ നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ 1969 ആൻഡ് 6 ബാങ്ക്സ് വിച്ച് ആർ നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ 1980. അപ്പോൾ അതായത് മൊത്തം 20 ബാങ്കുകളോളം SBIയുടെ അണ്ടറിൽ ഇപ്പോൾ നമ്മുടെ ഈ പ്രസൻറ്റ് ലോകത്തിൽ കാണാൻ പറ്റും. 1969 14 ബാങ്കുകളാണ് ആദ്യം SBIയുടെ അണ്ടറിൽ വന്നത്. പിന്നെ അതിനുശേഷം 80 ആയപ്പോൾ 6 ബാങ്കുകൾ കൂടി ജോയിൻ ആയി വന്നു. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് അറിയുന്ന ചില പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അലഹബാദ് ബാങ്ക്, പിന്നെ അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ SBIകൾ വരുന്നത്. ഓക്കെ, പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇതൊക്കെ പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം പ്രൈവറ്റ് ബാങ്ക്സ്. ഓക്കെ, എന്താണ് പ്രൈവറ്റ് ബാങ്ക്സ്? പ്രൈവറ്റ് ബാങ്ക്സ് ആർ ദ ബാങ്ക്സ് ദാറ്റ് ആർ മെജോറിറ്റി ദ ഷെയർ ക്യാപിറ്റൽ ഹെൽഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ആ പേര് തന്നെ അർത്ഥമുണ്ട്, സ്വകാര്യ വ്യക്തികളുടെ കയ്യിലിരിക്കുന്ന, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലിരിക്കുന്ന ബാങ്കാണ് ഈ പ്രൈവറ്റ് ബാങ്കുകൾ. ഓക്കെ, അപ്പോൾ അവർ ഇൻ പ്രൈവറ്റ് സെക്ടർ സ്മോൾ ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക്സ് ദാറ്റ് ഈസ് അറൗണ്ട് us ഹാസ് എ നെറ്റ്വർക്ക് ഓഫ് 8,965 ബ്രാഞ്ചസ്. നമ്മുടെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ബാങ്കുകാരുടെ മൊത്തം, അതായത് പ്രൈവറ്റ് ബാങ്കുകൾ പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ കണക്കിലെടുക്കാം? HDFC, അതുപോലെ തന്നെ നമ്മുടെ ആക്സിസ്, ഇൻഡസ്ഇൻഡ്, ഫെഡറൽ, സൗത്ത് ഇന്ത്യൻ, കാത്തലിക് സിറിയൻ ബാങ്ക്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എല്ലാം തന്നെ ഒരു 8,965 8,965 ബ്രാഞ്ചസ് മൊത്തമായിട്ടുണ്ട്. അവരെന്താ അതിൽ ചെയ്യുന്നത്? ടു എൻകറേജ് കോമ്പറ്റിറ്റീവ് എഫിഷ്യൻസി ദ സെറ്റിംഗ് അപ്പ് ഓഫ് എ ന്യൂ പ്രൈവറ്റ് ബാങ്ക് ഈസ് നൗ എൻകറേജ്. കണ്ടോ, പുതിയ രീതിയിലുള്ള ഒരു ബാങ്കുകൾക്ക് രൂപം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നതാണ് അവരുടെ അതിന് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടു എൻകറേജ് കോമ്പറ്റിറ്റീവ് എഫിഷ്യൻസി, മത്സരബുദ്ധിയെ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയ മത്സരബുദ്ധികൾ പറയുമ്പോൾ പുതിയ ജനങ്ങൾക്ക് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ബാങ്കിങ് സമ്പ്രദായങ്ങൾ അവർക്ക് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നു. ഇതാണ് പ്രൈവറ്റ് ബാങ്ക്സ്. പിന്നെ വരുന്നതാണ് ഫോറിൻ ബാങ്ക്സ്. ഫോറിൻ ബാങ്ക്സ് ആർ രജിസ്റ്റേർഡ് ആൻഡ് ഹാവ് ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ എ ഫോറിൻ കൺട്രി ബട്ട് ഓപ്പറേറ്റ് ദെയർ ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ HSBC ഇല്ലേ? പിന്നെ അതുപോലെ തന്നെ അത് പറയുന്നത് അതിൻ്റെ മെയിൻ ഓഫീസ് വന്നിട്ട് ഇവിടെയാണ്, പുറത്താണ്. പിന്നെ അതിൻ്റെ പ്രവർത്തനം മൊത്തം ഇവിടെ നടക്കുന്നത് മാത്രം. ഓക്കെ,
അപ്പോൾ അതാണ് ഫോറിൻ ബാങ്കുകൾ, HSBC, അതുപോലെ തന്നെ സിറ്റി ബാങ്ക്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏതായിരുന്നു റാക്ക് ബാങ്ക്. ഓക്കെ, ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ളതാണ്, പക്ഷേ അതിൻ്റെ പ്രവർത്തനം ഇവിടെ ഓടുന്നു മാത്രം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. ടിൽ ദെൻ അടുത്തൊരു നെക്സ്റ്റ് ഒരു ഏരിയ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു, ബൈ.